10 years of lots and lots of failures, few successes here and there, and it has always been to understand what it takes to be a World Cup cricketer for an Indian team, and I think how badly do I want it. I like to go out and say, look. പരിഹാസനങ്ങൾ അയാളുടെ പ്രതാപത്തെ പോലും ചോദ്യം ചെയ്തു. കല്ലെറിഞ്ഞും മുൾക്കിരീടം ചൂടിച്ചും ചെകുത്താന്മാർ അയാളുടെ രക്തത്തിൽ ചവിട്ടിയെന്ന് പതനം വരെ ആസ്വദിച്ചു. മരണത്തിന് സമയസൂചിക അയാളുടെ തലയ്ക്ക് മുകളിൽ കറങ്ങിക്കൊണ്ടേയിരുന്നു. ഗുവാഹത്തിയിൽ ന്യൂസിലൻഡിനെതിരെ അവസാന അവസരവും ഹെൻറിക്ക് മുന്നിൽ തകർത്ത് കളഞ്ഞുകൊണ്ട് തനിക്കായി വിമർശകരൊരുക്കിയ കുഴിമാടത്തിലേക്ക് T20 ക്രിക്കറ്റിലെ രാജാവായി ആരോഹണം ചെയ്യപ്പെടേണ്ടവൻ സ്വയം നടന്നെടുത്തു. നിരന്തര വിലയിരുത്തലുകളും പരിഹാസനങ്ങളും വിമർശനങ്ങളും കൊണ്ട് ഹേറ്റേഴ്സ് സഞ്ജുവിൻ്റെ കുഴിമാടത്തിലേക്ക് അവശേഷിച്ച മണ്ണും വാരിയിട്ട് സംതൃപ്തി കൊണ്ടു. എന്നാൽ മൂന്നാം നാൾ അവരെ കാത്തിരിക്കുന്ന ഉയർപ്പിൻ്റെ തീവ്രത അത്രമേൽ അതീവ ഭയാനകമാകുമെന്ന് അവരാരും ഓർത്തു കാണില്ല. അത് പരിഹാസനത്തിൻ്റെ പരമസീമയിൽ നിന്നും അവൻ വീണ്ടും ഉയർത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. 4 തവണ വേലിക്കെട്ടുകൾക്കപ്പുറത്തേക്ക് പായിച്ച സിക്സറടക്കം മികച്ചവരെന്ന് സ്വയം വിശ്വസിച്ചിരുന്നവരുടെ ആത്മാവിനെ പോലും അയാളുടെ നിഴൽ അന്നേരം ഭയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഇകഴ്ത്തിയവർ വരെ തലതാഴ്ത്തേണ്ടി വരുന്നുണ്ട്, പരിഹസിച്ചവർ കൈയടിക്കേണ്ടി വരുന്നുണ്ട്. ഈ ഒരു ദിവസത്തിനാണ് ഓരോ ഇന്ത്യൻ ആരാധകനും കാത്തിരുന്നത്, ഓരോ മലയാളിയും കാത്തിരുന്നത്. അവരുടെ വിശ്വാസം കാക്കാനുള്ള അയാളുടെ തിരിച്ചുവരവിനായി, സഞ്ജു സാംസന്റെ 2ാം വരവിനായി. എന്നെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും സന്തോഷമാണ് ചിത്രം. ബാല്യവും കൗമാരവും സച്ചിനും രോഹിത്തും കോഹ്ലിയുമെല്ലാം കവർന്നെടുത്തപ്പോൾ നമ്മുടെ മണ്ണിൽ നിന്നും ഒരാളാ നീലക്കുപ്പായത്തിൽ ഇന്ത്യയുടെ വിജയനായകനായി മുന്നിലുണ്ടാകണമെന്ന് ഞാൻ മാത്രമല്ലല്ലോ, നിങ്ങൾ കൂടി ആഗ്രഹിച്ചു കാണുമല്ലോ. പക്ഷേ സഞ്ജുവിന് ലഭിച്ചതെല്ലാം അവഗണനകൾ മാത്രമായിരുന്നു. മികച്ച നിന്നിട്ട് പോലും ശർമ്മമാരും വർമ്മമാരും അവൻ്റെ അവസരങ്ങൾ ഓരോന്നും പങ്കിട്ടെടുത്തുകൊണ്ടേയിരുന്നു. എന്നാൽ അയാളുടെ മനസ്സ് നിറയെ ആരോടും പരാതിയില്ലാത്ത ചിന്തകൾ മാത്രമായിരുന്നു. തൻ്റെ വിശ്വാസം എന്നെങ്കിലും തന്നെ രക്ഷിക്കുമെന്നുറപ്പും. മുന്നേ നിയോഗിച്ച T20 ടീമിൽ ഉൾപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം അവസരം ലഭിച്ചു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അയാൾക്ക് നിരാശയുടെ പടുകുഴി കാണേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ സ്വപ്നങ്ങൾ തകരുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞപ്പോൾ അയാളുടെ ബാറ്റ് കൊടുങ്കാറ്റായി തിരിച്ചു വരേണ്ടി വരുന്നു. വീക്കെന്ന് പ്രവചിച്ച ഇന്ത്യയുടെ ഓപ്പണിംഗ് വിങ്ങിനെ 2 മാച്ചുകൾ കൊണ്ട് അയാൾ മറുപടി എഴുതുന്നുണ്ട്. വിമർശിച്ചവരും പരിഹസിച്ചവരും നിശബ്ദമായിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ ബാറ്റിംഗ് രാക്ഷസന്മാരുടെ മുന്നിൽ ഒരു മരണക്കളിക്കൊരുങ്ങിയ ഇന്ത്യയുടെ മുന്നിൽ 196 എന്ന വിജയലക്ഷ്യം. ഇന്ത്യ അത്തരമൊരു സംഖ്യ മുന്നിൽ മറികടന്നിട്ടേയില്ല. ഈ വേൾഡ് കപ്പിൽ പോലും സൗത്ത് ആഫ്രിക്കയ്ക്ക് മുന്നിൽ ഒരിക്കൽ വീണുപോയതാണ്. കൂടെ ചേസിങ്ങിന് ഇറങ്ങിയ ഇന്ത്യൻ ടീമിന് വിശ്വാസങ്ങളായിരുന്ന അഭിഷേകും ഇഷാനും മടങ്ങുന്നുണ്ട്, കൂടെ സൂര്യയും. ഇനി ആര് എന്ന ചോദ്യം ആർക്കും ചോദിക്കാനുണ്ടായിരുന്നില്ല. കാരണം കൊൽക്കത്തയിൽ ഈഡൻ ഗാർഡനിൽ അയാളങ്ങനെ ഉദിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. തൻ്റെ ടീമിൻ്റെ രക്ഷാദൗത്യം ഏറ്റെടുത്ത് അയാൾ ആ മണ്ണിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. പിന്നീട് കണ്ടത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വീണ്ടെടുപ്പായിരുന്നു, തിരിച്ചുവരവായിരുന്നു. അതെ, പ്രഷർ, വാട്ട് പ്രഷർ, ഐ എം ഹിയർ എന്ന് അയാൾ നമ്മളോട് പറയാതെ പറയുന്നുണ്ട്. സഞ്ജു, നിങ്ങളെ ഞങ്ങൾ നമിച്ചു പോകുകയാണ്. എന്തൊരു ഇന്നിങ്സ് ആയിരുന്നു അത്! അർദ്ധ സെഞ്ചുറിയില്ലാത്ത 12 ഇന്നിങ്സുകൾ, ന്യൂസിലൻഡിനെതിരെ തുടർച്ചയായ പരാജയങ്ങൾ. നന്നായി കളി തുടങ്ങിയിട്ടും ദീർഘ ഇന്നിങ്സ് കളിക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം പോലും പഴചാലുകൾ കേട്ടതാണ് നീ. സെമിയിൽ എത്തണമെങ്കിൽ വിജയിച്ച് തീരുവെന്ന ഒരു സാഹചര്യം വരികയാണ്. കൂറ്റൻ വിജയലക്ഷ്യം നൽകിയ വിൻഡീസും തുടക്കത്തിൽ തന്നെ മറുവശത്ത് വിക്കറ്റുകൾ വീണു തുടങ്ങുന്നുണ്ട്. എന്നാൽ സഞ്ജു അപ്പോഴും നിശബ്ദമായിരുന്നു. മറുവശത്ത് വിക്കറ്റുകൾ വീഴുമ്പോൾ തന്നെ ബൗണ്ടറിലൂടെ കളി തിരികെ പിടിക്കുന്ന സഞ്ജു ഇന്നത്തെ രാത്രിയിൽ അതിമനോഹരമായ കാഴ്ച തന്നെയായിരുന്നു. കളിയുടെ 2ാം പകുതിയിൽ ഒരൊറ്റ റിസ്കി ഷോട്ട് പോലും എടുക്കാതെ, എന്നാൽ കൃത്യമായ കണക്കുകൂട്ടലുകളുള്ള ബൗണ്ടറികളിലൂടെ റൺ നിരക്ക് താഴാതെ ഇന്നിങ്സിനെ കൊണ്ടുപോയ നിമിഷങ്ങൾ എത്ര മനോഹരമായിരുന്നു. ഇതിനിടയിൽ ഒരു T20 ലോകകപ്പിൽ ചേസിൽ ഇന്ത്യക്കാരൻ ഉയർത്തിയ ഏറ്റവും വലിയ സ്കോറിനെ സഞ്ജു മറികടന്നിരുന്നു. അതെ, സാക്ഷാൽ വിരാട് കോഹ്ലിയെ മറികടന്നയാൾ വിശ്വനായി ഉദിച്ചു നിൽക്കുന്നുണ്ട്. വിജയത്തിലേക്ക് അടുത്തപ്പോൾ തിലകിൻ്റെ കാമിയോയും ദൂബയുടെ അവസാന തകർത്താടലും ഓർത്തുകൊണ്ട് തന്നെ ഈ കളി സഞ്ജു ഒറ്റയ്ക്ക് ജയിച്ചതാണെന്ന് ഞങ്ങൾക്ക് തലയുയർത്തി അവകാശപ്പെടാൻ സാധിക്കും. അയാൾക്ക് മാത്രം അവകാശപ്പെട്ട വിജയമെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ സാധിക്കും. ഇന്ത്യയുടെ T20 ക്രിക്കറ്റിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വീണ്ടെടുപ്പ്, 50-97 എന്ന നിറഞ്ഞാട്ടവും
വിൻഡീസിനെ തീർത്തുകൊണ്ടയാൾ ആ മൈതാനത്ത് മുട്ടുകുത്തി ഒരു ഇരിപ്പുണ്ടായിരുന്നു. സംതൃപ്തിയുടെ കണ്ണുനീർ കൊൽക്കത്തയുടെ മൈതാനത്ത് വിയർപ്പിനൊപ്പം കലർന്ന് പടർന്നിരിക്കാം. സഹനങ്ങൾക്ക് നീതി നൽകിയ ദൈവത്തോടയാൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ട്, നന്ദി പറയുന്നുണ്ട്. ആ ഗാലറിയിലടക്കം 140 കോടി ജനങ്ങളും അന്നേരം സഞ്ജുവിൻ്റെ ചിറകിലുണ്ടായിരുന്നു. മലയാളത്തിൻ്റെ പ്രിയപുത്രൻ ഇന്ത്യയെ സെമിയിലെത്തിച്ച ആ കാഴ്ച അതിമനോഹരം തന്നെയായിരുന്നു. ഇനിയും നിങ്ങൾക്ക് അയാളെ വിമർശിക്കാം, പക്ഷേ ഓരോ തിരിച്ചുവരവിലും നിങ്ങളുടെ മനസ്സ് അയാൾക്ക് വേണ്ടി തിരുത്തെഴുതേണ്ടി വരും. സഞ്ജു, ഇത് നിങ്ങളുടെ വിജയമാണ്, ഇന്ത്യയുടെ വിജയമാണ്, ഈ നാടിൻ്റെ വിജയമാണ്. ഒറ്റ വാക്കുകൾ കൊണ്ട് തന്നെ ഞാനിത് അവസാനിപ്പിക്കാം. ഇൻസൾട്ട് തന്നെയാണ് സഞ്ജു ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്.